ഞാനേ ഒരാൾ വന്ന് എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാന്നറിയണ്ടേ? ഉണ്ട്, ഇത് കണ്ടോ, നമ്മുടെ എലിക്കുട്ടന്മാരാ കണ്ടോ. വഴുതനങ്ങ പിടിച്ചു വരുന്നതും തക്കാളിക്ക പിടിച്ചു വരുന്നതും എല്ലാം കടിച്ചു പറിച്ചുകൊണ്ട് അങ്ങ് പോകും. നമ്മളെന്ത് കഷ്ടപ്പെട്ടാൽ ഇത്ര മേലാക്കുന്നത്? ഓമാർക്ക് ഇത് വല്ലതും അറിയണം. ഇത് കണ്ടോ. അതുകൊണ്ട് ഇത്രയും വഴുതനങ്ങ ഉണ്ടായിരുന്നു, ഞാനങ്ങ് പിച്ചി. ഇനി അവിടെ നിർത്തിയിരുന്നാലേ ഇത് മൊത്തം അങ്ങ് പോകും, വിളയാത്ത കൊണ്ട്. എന്നിട്ട് കണ്ട് ഇതിലൊക്കെ നിൽപ്പുണ്ട്. ഇനി ഒരെണ്ണം കടിച്ചു പറിച്ച് നിർത്തിയേക്കുന്നു. വേറെയൊക്കെ നിൽപ്പുണ്ട്. ഞാനിതെല്ലാം കൂടെ പിച്ചിയാൽ എന്ത് ചെയ്യുമെന്ന് പറയാം. അതുകൊണ്ട് ഞാനതെല്ലാം അങ്ങ് പിച്ചിയെടുത്ത്. പിന്നെ കണ്ടോ നമ്മുടെ പയർ കണ്ടോ, പയർ, നീളം പയർ. ഇത് കണ്ടോ, ഒക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. കോഴിവാലൻ ചെടി കണ്ടോ, എന്തഴകാർന്ന ചെടി കണ്ടോ. അടുക്ക് ഉണ്ടോ, ഇപ്പരി ചെടി ഉണ്ടോ. അതുപോലെ കോവലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കോവൽ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, കോവൽ പിടിക്കുന്നതെല്ലാം പഴുത്തു പോന്നു. ഞാനത് വലിച്ചു പിഴുത് കളഞ്ഞു. ഇപ്പോൾ വേറെ ഒരെണ്ണം വെച്ച് അത് പിടിച്ച് പൂത്തൊക്കെ വരുന്നുണ്ടേ. കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്തിരിയുണ്ട്. നേരത്തെ ഞാനിതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഇന്നിവിടെ കാണിക്കുക. വഴുതനമാണ് കൂടുതലും. പേരയുണ്ട്, ചീരയുണ്ട്. ഒരുപാട് പാവൽ എന്തായാലും പിടിച്ചു കിട്ടി. അത് ഒരു പാവയ്ക്ക പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ കവറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ ഈ പ്രാണികളൊക്കെ വന്ന് കടിച്ച് ആണ്. പിന്നെ ഇത്രയായിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ചെറുത് പിടിച്ച് അത് ഞാൻ കവറാക്കിയിട്ടുണ്ട്. പേപ്പർ ഇപ്പം കുത്തിയിട്ടാലേ മഴ പെയ്യുമ്പോൾ അതങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ട് കവറിലാക്കി, ഒരു കുപ്പിയിലാക്കിയാലും നല്ലതാണ്. ഇതിനേക്കാളും നല്ല പ്രയോജനം കുപ്പിയിലാക്കുന്നതാണ്. ഇനി കുപ്പിയിലാക്കണം. ഉണ്ടോ, ഒക്കെയാണ് നമ്മുടെ കൃഷി. എല്ലാവരും ചെറിയ രീതിയിലൊക്കെ ഒന്ന് തുടങ്ങിയാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെറുതായിട്ടൊന്ന് തുടങ്ങിയാൽ മതി. എഴുതിച്ച് എല്ലാം നമുക്ക് വീട്ടിലേക്ക് മായം ചേരാത്ത സാധനങ്ങളൊക്കെ കഴിക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബായ്.